ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 2 ആയത്തുകളാണ് ഇവിടെ ഞാൻ പാരായണം ചെയ്തത്. അവരാണ് അനന്തരമെടുക്കുന്നവർ. അവരനന്തരമെടുക്കുന്നത് ഫിർദൗസിനെയാണ്. അതിലെന്നെന്നും നിത്യവാസികളുമായിരിക്കും അവർ. അനന്തരമെടുക്കുക എന്ന് കേൾക്കുമ്പോൾ അനന്തരാവകാശത്തെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ തന്നെ പിതാക്കളുടെ മാതാക്കളുടെയൊക്കെ സമ്പത്ത്, ആ സമ്പത്ത് അവർക്ക് ശേഷം നമുക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ച് അത് എത്രത്തോളം കിട്ടും, എവിടെ കിട്ടും, എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നതിനെക്കുറിച്ചൊക്കെ കാര്യമായി ആലോചിക്കുന്ന, മനസ്സിൽ പല കണക്കുകൂട്ടലുകളും കൂട്ടൽ കിഴിക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ അനന്തരം എടുക്കുന്ന, അതുതന്നെയും അള്ളാഹുവിൻ്റെ ഫിർദൗസിനെ അനന്തരം എടുക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂൻ. അതുമാത്രമല്ല, അങ്ങനെയുള്ള വിശ്വാസികൾ മാത്രമാണ്, മുഅ്മിനുകൾ മാത്രമാണ് വിജയിച്ച ആളുകൾ എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവരാണ് വിജയിച്ചവർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വിജയിച്ച സത്യവിശ്വാസികളുടെ, മുഅ്മിനുകളുടെ 6-7 ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അങ്ങനെ പറയുന്ന 7 കാര്യങ്ങളിൽ, 7 ഗുണങ്ങളിൽ ആദ്യവും ഇടയിലുമൊക്കെ പറയുന്ന ഒരു കാര്യം, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളെക്കുറിച്ച് വളരെ തികഞ്ഞ സൂക്ഷ്മതയുള്ളവർ, ശ്രദ്ധാലുക്കളായ ആളുകളായിരിക്കും. അപ്പോൾ മുഅ്മിനുകളുടെ ഒരു ഗുണം. അതേപോലെ തന്നെ അടുത്തതായി പറയുന്നത് വല്ലദീനഹും അനിൽ ലഅ്വി മുരിദൂൻ, അവര് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളായിരിക്കും. തനിക്ക് ഉപകാരമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന്, അത് പ്രവർത്തനങ്ങളാവാം, വർത്തമാനങ്ങളാവാം, കേൾവിയാകാം, പറച്ചിലാകാം, ഇത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ സാധ്യമാകുന്ന രീതിയിലെല്ലാം മാറി നിൽക്കുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ, വിജയിച്ച സത്യവിശ്വാസികൾ. അപ്പോൾ ചില വർത്തമാനങ്ങൾ, ചില നമ്മുടെ എല്ലാം ഭാഷയിൽ പറഞ്ഞാൽ ചില കുശുകുശുക്കലുകൾ, അല്ലെങ്കിൽ ചില പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ച് വർണ്ണിച്ചോ ആക്ഷേപിച്ചോ പറയുന്ന വർത്തമാനങ്ങൾ, അഹങ്കാരം കൊണ്ടോ അസൂയ കൊണ്ടോ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകളാണ്, മാറിപ്പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ തന്നെയും മറു കിറാം, അവർ വളരെ മാന്യമായിക്കൊണ്ട് അതിലൊന്നും തന്നെ ഭാഗം ചേരാതെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ വല്ലദീനഹും ലിസകാത്തി ഫാഇലൂൻ, അവർ സകാത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളായിരിക്കും. ഈ സകാത്തിനു വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നതിന് തഫ്ഹീമുൽ ഖുർആനിൽ ഇമാം മൗലാന മൗദൂദി വളരെ വിശാലമായ ചില അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില വിശദീകരണങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള സകാത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സകാത്ത് കമ്മിറ്റികൾ, നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ തന്നെ ഇഷാത്തുൽ ഇസ്ലാം സകാത്ത് കമ്മിറ്റിയുണ്ട്. വളരെ സജീവമായ പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. സമ്പന്നരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവരുടെ സമ്പത്തിനെ കുറിച്ച്, അതിൻ്റെ സകാത്തിനെ കുറിച്ച്, അതിൻ്റെ സാധ്യതകളെ കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെയൊക്കെ കുറിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നു.
ആ ഒരു സംഗതിയായി ആണ് ലിസക്കാത്തി ഫായിലൂൻ. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. വിശ്വാസികൾ സകാത്തിനു വേണ്ടി, സമ്പത്തിന്റെ സകാത്തിനു വേണ്ടി പണിയെടുക്കുന്നവരായിരിക്കും. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും സംസ്കരണ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ സംസ്കരണ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുകയും അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായിരിക്കും. പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത്. ലഹരിയും അതുപോലെയുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴിച്ചുവിട്ട ഒരു യാതൊരു തരത്തിലുമുള്ള പിടുത്തവുമില്ലാതെ കുത്തഴിഞ്ഞിരിക്കുന്ന ഒരു സാംസ്കാരിക രംഗം നമ്മുടെ മുന്നിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ, മുഅ്മിനുകളുടെ ഗുണമായിക്കൊണ്ട്, വിജയിച്ച വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യസ്ഥാനത്തെ കുറിച്ച്, ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അതിനെ വിശദീകരണമായി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഭാര്യമാരും അവർക്ക് അധീനപ്പെട്ട ആളുകളും അല്ലാത്തവരിലേക്ക് പോകാതെ, എന്ന് വെച്ചാൽ ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുള്ള ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണം എന്തോ ആ രീതിയിൽ മാത്രം അവന്റെ ശാരീരിക പൂർത്തീകരണം സ്വീകരിക്കുകയും അതല്ലാത്ത രീതിയിലേക്കുള്ള പോക്കുകൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅ്മിനുകൾ, വിജയിച്ച മുഅ്മിനുകൾ, ഫിർദൗസിന് അനന്തരമെടുക്കുന്ന വിശ്വാസികൾ. നമുക്കറിയാം പുതിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഗേയും അല്ലെങ്കിൽ ലെസ്ബിയനിസവും അല്ലെങ്കിൽ ലിവിങ് ടുഗദറും ഒക്കെ സാർവലൗകികമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊന്നും തന്നെ ഒരു വിഷയമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളാ. തെറ്റിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കവാടങ്ങളും അടയ്ക്കുന്ന ആളുകളാ. അതേപോലെയുള്ള ജീവിതത്തിലെ സാൻമാർഗികമായ സദാചാരപരമായ സംശുദ്ധി അത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ, വിജയിച്ച സത്യവിശ്വാസികൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മറ്റൊരു വിശ്വാസിയുടെ ഗുണം എന്ന് പറയുന്നത് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവരവരുടെ കരാറുകളെ സംബന്ധിച്ച്, അവരുടെ അമാനത്തുകളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അമാനത്ത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള, അവന്റെ പക്കൽ അധീനപ്പെടുത്തി തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിനാണോ എന്തിനാണോ അത് അതേ രൂപത്തിൽ തന്നെ വിനിയോഗിക്കുക എന്നതാണ് അമാനത്ത്. അതേപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളിൽ എന്തെല്ലാമാണോ കരാറുകൾ, ആ കരാറുകളെ പാലിക്കുക എന്ന് പറയുന്നതാണ് ഈ അഖ്ദുകൾ എന്ന് പറയുന്നത്, കരാറുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും പാലിക്കുന്ന വിഭാഗമായിരിക്കും സത്യവിശ്വാസികൾ. പുതിയ കാലഘട്ടം നമുക്കറിയാം, കരാറുകൾക്കൊന്നും യാതൊരു വിലയുമില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പോലും കരാറുകളെ മാനിക്കാതെയുള്ള പെരുമാറ്റങ്ങളാണ്. അത് അന്തർദേശീയപരമായ കാര്യമാണെങ്കിൽ ഇനി ഏറ്റവും ചെറിയ രീതിയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കരാറുകൾ എടുത്തു നോക്കുക. പുതിയ കാലഘട്ടങ്ങളിൽ പലതരം ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ. കൂട്ടുകച്ചവടങ്ങൾ, 2 or 3 സുഹൃത്തുക്കൾ തമ്മിൽ വർത്തമാനം പറഞ്ഞാൽ 4ാമത്തെ ദിവസം അവരൊരു പുതിയ ബിസിനസ് ഇടും. ആ ബിസിനസിന്റെ പ്രത്യേകമായ കരാറുകളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി കരാറുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും തന്നെ പാലിക്കപ്പെടാതെ 6ാം ദിവസമാകുമ്പോഴേക്കും അത് പൊട്ടിപ്പോയി എന്ന വർത്തമാനം കേൾക്കും. അതേപോലെ തന്നെ പുതിയ ബിസിനസിന്റെ രീതികൾ, റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ, ഭൂമി വിൽപ്പനയും എടുക്കലും, അതിൻ്റെയൊക്കെ ശരിയായ വശങ്ങളും ഇസ്ലാമിക മാനങ്ങളും വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ചുരുങ്ങിയ സമയത്തിൽ നമുക്കതിന് സമയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം കച്ചവടങ്ങളും ഇടപാടുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇടപാടുകൾ തമ്മിലുള്ള, ആളുകൾ തമ്മിലുള്ള കരാറുകൾ ഉണ്ടല്ലോ, ആ കരാറുകളെ എത്രത്തോളം ഗൗരവമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്, നമ്മൾ സമീപിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ വല്ലാതെയൊന്നും ബോധമുള്ള ആളുകളായിരിക്കില്ല നമ്മൾ. വിശ്വാസികളുടെ, വിജയിച്ച വിശ്വാസികളുടെ വർത്തമാനം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നതാണ്. അവർ അവരുടെ കരാറുകളെ സംബന്ധിച്ച്, ചെറുതോ വലുതോ ആവട്ടെ, 2 കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ളതാവട്ടെ, വിശ്വാസികൾ തമ്മിലുള്ളതാവട്ടെ, അല്ലാത്തവരായിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർ തമ്മിലുള്ള കരാറുകളെ സംബന്ധിച്ച്
അവരുടെ അമാനത്തുകളെ സംബന്ധിച്ചൊക്കെ തികഞ്ഞ ബോധ്യമുള്ളവരായിരിക്കണം. ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാറിന്റെ വ്യവസ്ഥകൾ പാലിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് കൊടുക്കലുകളും വാങ്ങലുകളും നടത്തി ഇനി എന്തെങ്കിലും തരത്തിൽ അതിനുള്ളൊരു സാധ്യത ഇല്ലാതാവുകയാണെങ്കിൽ അതിൻ്റെ ആളുകളെ കണ്ടുകൊണ്ട് വീണ്ടും ഒരു സമയം ചോദിച്ചുമൊക്കെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഗുണമാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിജയിച്ച സത്യവിശ്വാസികളുടെ മുഅ്മിനുകളുടെ ഗുണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അതുമാത്രമല്ല അതിൻ്റെ ഈ പറഞ്ഞ ഗുണങ്ങളുടെയൊക്കെ അവസാനമായി കൊണ്ട് പറയുന്ന കാര്യമാണ് വല്ലദീനഹും ഉലൈക ഹുമുൽ വാരിസൂൻ. ഈ ആളുകളാണ് അനന്തരം എടുത്തിട്ടുള്ള ആളുകൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവർ അനന്തരം എടുത്തിരിക്കുന്നത് അല്ലാഹുവിന്റെ ഫിർദൗസിനെയാണ്. അവരതിൽ എന്നെന്നും നിത്യവാസികളായിരിക്കും. ഫിർദൗസ് നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുമ്പോൾ അതിലെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം, ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആ ജന്നത്തുൽ ഫിർദൗസിനെ ചോദിക്കണം, അല്ലെങ്കിൽ ആ ജന്നത്തുൽ ഫിർദൗസിനെ അനന്തരം എടുത്ത ആളുകളാണ് സത്യവിശ്വാസികൾ ആയ ആളുകൾ. അങ്ങനെയുള്ള സത്യവിശ്വാസികളാണ് നമ്മളാവേണ്ടത്. വിശുദ്ധ ഖുർആനാണ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ ആ രീതിയിൽ അതിനെ സമീപിച്ചുകൊണ്ട് കറ കളഞ്ഞ വിശ്വാസികളായി മാറാൻ, ഏതെങ്കിലുമൊക്കെ കറകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അതിനെയൊക്കെ പരമാവധി മാറ്റിക്കളയുവാനുള്ള അവസരമായി കൊണ്ട് പരിശുദ്ധ റമദാൻ നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ തറാവീഹ്, തഹജ്ജുദുകൾ എല്ലാം തന്നെ റബ്ബ് സ്വീകരിച്ച് നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള മാർഗങ്ങളായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ വീണ്ടും അഴിഞ്ഞാടാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്ക് നേരെ അകച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശത്രുവിന്റെ കൊള്ളിയാനെയും തീക്കൊള്ളിയെയും അതേ രീതിയിൽ തന്നെ നീ അവർക്ക് മറുപടിയായി കൊണ്ട് അയക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ സൈന്യം, അള്ളാഹുവേ, മുസ്ലിമിന്റെ സൈന്യം ഈ ലോകത്ത് വിജയിച്ചു കാണുന്ന ആ അവസരത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് തമ്പുരാനെ. ഇസ്ലാമിന് നീ ശക്തി തരണേ തമ്പുരാനെ. ആ ഗസയിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹമാസിന്റെ പോരാളികൾക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകണേ തമ്പുരാനെ. അവിടെയുള്ള വിശ്വാസികൾക്ക് ഈമാനും കരുത്തും നൽകണേ തമ്പുരാനെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.